ആകാശവാണി കൊച്ചി FM 102.3. സുഭാഷിതം. ഇന്ന് ലോക ഭൗമ ദിനമാണ്. ഭൂമിയുടെ താളം അപകടകരമാം വിധം തെറ്റിത്തുടങ്ങിയിരിക്കുന്നു. അസഹ്യമായ ചൂട് ഭൂഗോളത്തെ വിഴുങ്ങിക്കഴിഞ്ഞു. ഋതുക്രമങ്ങൾ ഭംഗിക്കപ്പെടുന്നു. ചേക്കേറാൻ ചില്ലകളില്ലാതെ പക്ഷിക്കൂട്ടങ്ങളും യോഗ്യമായ പച്ചപ്പുകളില്ലാതെ മൃഗകുലങ്ങളും നാശത്തിലേക്ക് നീങ്ങുന്നു. വല്ലാത്ത ചൂട് എന്ന് ഓരോ ദിനവും പലവട്ടം പലരും പറയുന്നു. കേരളത്തിലെ കനത്ത ചൂടിന് കാരണങ്ങളിലൊന്ന് അർബൻ ഹീറ്റ് ഐലൻഡ് അഥവാ നഗരതാപമാണെന്ന് ശാസ്ത്രജ്ഞർ. കേരളം അതിവേഗം നഗര സ്വഭാവത്തിലേക്ക് മാറുന്നതും ഉയർന്ന ജനസാന്ദ്രതയും ചൂട് വർദ്ധിപ്പിക്കുന്നതിന് മറ്റൊരു കാരണം. പച്ചപ്പും തണ്ണീർത്തടങ്ങളും കുറയുന്നതും ചൂട് വർദ്ധിപ്പിക്കുന്നുണ്ട്. പാനീയം പ്രാണിനാം പ്രാണ വിശ്വമേവച തന്മയം നഹി തോയാദ് വിനാവൃത്തി സ്വസ്ഥസ്യ വ്യാധിതസ്യ വാ. വെള്ളം ജീവജാലങ്ങളുടെ പ്രാണനാണ്. ലോകത്ത് എന്തും രൂപപ്പെടാൻ അത് വേണം. ജലമയമാണ് എല്ലാം. ഒരു മഹാനായ സെൻഗുരു താൻ കുളിച്ച ശേഷം ബാക്കി വന്ന വെള്ളം ശിഷ്യൻ ഒഴുക്കിക്കളഞ്ഞത് കണ്ട് വളരെ വികാരവിക്ഷുബ്ധനാവുന്ന കഥയുണ്ട്. വേനലിൻ്റെ തീയിൽ ചെടികളും മരങ്ങളും വെന്തെരിയുമ്പോൾ ഒരു തുള്ളി വെള്ളം എത്ര അമൂല്യമാണെന്ന് ആ കഥയിൽ ഗുരു ശിഷ്യനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ സംസ്കൃതിയിലും ജലം അമ്മയുടെ പ്രതീകമാണ്. വെള്ളത്തിൻ്റെ സാന്നിധ്യം, സ്പർശം, ശബ്ദം ഇവയ്ക്ക് മനുഷ്യ ശരീരത്തിനെ, മനസ്സിനെ സ്വാന്തനിപ്പിക്കാൻ കഴിയുന്നു. പുഴയിടങ്ങൾക്കരികിൽ കിട്ടുന്ന സാന്ത്വനം സഹൃദയരെ എത്രമാത്രം സുഖിപ്പിക്കുന്നില്ല. ജലം മാത്രം കുടിച്ച് ഉപവസിക്കാറുണ്ട് സാധകർ. ഛാന്തോക്യോപനിഷത്തിൽ ശ്വേതകേതുവിൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്: ജീവിതം ജലത്താൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്ന പാഠം ഉൾക്കൊള്ളാൻ ആണ് ഈ ഉപദേശം. ജീവനം എന്നത് ജലത്തിൻ്റെ പര്യായമാണ്. ജൈനയോഗി സൂര്യോപാസകൻ ഹീരദത്തൻ മനാഖ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് 413 ദിവസങ്ങൾ ഉപവസിച്ചു അത്രേ. പ്രകൃതി ചികിത്സ ആചാര്യൻ ലൂയി കൂനി രോഗശമനത്തിന് ജലചികിത്സ മാധ്യമമാക്കിയിരുന്നു. ഭൂമിയുടെ ചലനത്തിന് ജലം പരമപ്രധാനമാണ്. യഥാ ഭൂമി തഥാ തോയം, യഥാ ബീജം തഥാ അങ്കുര, യഥാ ദേശസ്തഥാ ഭാഷ, യഥാ രാജ തഥാ പ്രജ. അർത്ഥം വ്യക്തമാണ്. ഭൂമിയും വെള്ളവും വിത്തും മുളയും ദേശവും ഭാഷയും രാജാവും പ്രജയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. നാം വേഗത കൂട്ടാൻ വേണ്ടി അപൂർവ ആവാസ കേന്ദ്രങ്ങളെ തച്ചുടയ്ക്കുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങളെ മറക്കുന്നു. ഭൂമിക്ക് ചരമഗീതം കേൾക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. സമുദ്രത്തെ വസ്ത്രമായും പർവ്വതങ്ങളെ ശരീരമായും എല്ലാം നിലനിർത്തുന്ന ദേവനെ പത്നിയായും ആരാധിക്കുന്ന ഭൂമിമാതാവെ, ഞാൻ നിന്നെ വണങ്ങുന്നു എന്ന പ്രസിദ്ധമായ പ്രാർത്ഥനയുണ്ട്. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. എൻ്റെ പാദങ്ങൾ കൊണ്ട് നിന്നെ സ്പർശിച്ചതിന് എന്നോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥന. ക്ഷമയും ശക്തിയും നൽകുന്ന ഭൂമിക്ക് നമസ്കാരം. നന്ദി. സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ.